गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै श्री गुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2026 ജൂലൈ 5 മുതൽ 11 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മിഥുനം 21 മുതൽ 27 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജൻ, സഹോദരസ്ഥാനത്ത് സൂര്യൻ, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധൻ, സുഖസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് ശുക്രൻ, വ്യയസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. പുതിയ ഗ്രഹം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഭാഗ്യവർദ്ധനവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാം. ധനപരമായ മെച്ചമുള്ള കാലമല്ല. അനുഭവ ഗുണം വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് ആപത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും, ധനസ്ഥാനത്ത് സൂര്യനും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും, സുഖസ്ഥാനത്ത് ശുക്രനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസുഖം കുറയും. നയനരോഗങ്ങൾക്ക് സാധ്യത. മൃഷ്ടാന്ന ലാഭം, അമിത ചെലവ്, ബന്ധുസമാഗമം, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടാകാം. സ്വജനവിരഹവും കാര്യതടസ്സവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുഭയത്തിന് സാധ്യത കാണുന്നു. ആരോഗ്യനില തൃപ്തികരമായിരിക്കില്ല. വാഹന ശയനസുഖമുണ്ടാകും. ദാമ്പത്യ സൗഖ്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും, ജന്മത്തിൽ സൂര്യനും, ധനസ്ഥാനത്ത് വ്യാഴവും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് ശുക്രനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനചലനവും കർമ്മദോഷവും കാണുന്നു. ശത്രുനാശവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം, പണച്ചെലവ് എന്നിവ ഉണ്ടാകാം. ദേഹപീഡയും സഞ്ചാരക്ലേശവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് സൂര്യനും, ജന്മത്തിൽ വ്യാഴവും, ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും, ധനസ്ഥാനത്ത് ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും ബന്ധുക്കളുമായി വിരോധവും ഉണ്ടാകാനിടയുണ്ട്. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആരോഗ്യനില മെച്ചപ്പെടും. സഞ്ചാരക്ലേശമുണ്ടാകും. കലഹപ്രവണത ഒഴിവാക്കുക. അനുഭവ ഗുണം വർദ്ധിക്കും. പിതൃതുല്യരായവർക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് സൂര്യനും, വ്യയസ്ഥാനത്ത് വ്യാഴവും, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ബുധനും, ജന്മത്തിൽ ശുക്രനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ദാമ്പത്യ സൗഖ്യവും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകാനിടയുണ്ട്. യാത്രാക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതീക്ഷിക്കാം. ദേഹസുഖം കുറയും. ജോലിഭാരം വർദ്ധിക്കും. ശയനസുഖം, ശത്രുഭയം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്ത് സൂര്യനും, ലാഭസ്ഥാനത്ത് വ്യാഴവും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തും ബുധനും, വ്യയസ്ഥാനത്ത് ശുക്രനും, കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അനുഭവ ഗുണം വർദ്ധിക്കും. രോഗശമനം, മൃഷ്ടാന്ന ലാഭം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. കുടുംബസൗഖ്യവും സന്തോഷവും ഉണ്ടാകും. അഭീഷ്ടകാര്യസിദ്ധിയും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലായതായി അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും കർമ്മസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ബുധനും ലാഭസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. കർമ്മഗുണം കുറയും. പണച്ചെലവ് വർദ്ധിക്കും. കളത്രസൗഖ്യം ഉണ്ടാകും. കാര്യതടസ്സവും ശത്രുശല്യവും പ്രതീക്ഷിക്കാം. അനുഭവ ഗുണം വർദ്ധിക്കും. സഞ്ചാര തടസ്സം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാം. മനോവിഷമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് കുജൻ, അഷ്ടമത്തിൽ സൂര്യൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധൻ, കർമ്മസ്ഥാനത്ത് ശുക്രൻ, പുത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഭയം, ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ കലഹത്തിന് സാധ്യത കാണുന്നു. വാതരോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. മനസുഖം കുറയാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് കുജൻ, കളത്രസ്ഥാനത്ത് സൂര്യൻ, അഷ്ടമത്തിൽ വ്യാഴം, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധൻ, ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, സുഖസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകാനിടയുണ്ട്. ധനലാഭവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. അലച്ചിലും യാത്രാക്ലേശവും അനുഭവപ്പെടും. സന്താനഗുണവും കാര്യവിജയവും ഉണ്ടാകും. സ്വർണ്ണലാഭം, രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം. കാര്യവിജയവും ഭയവും ഉണ്ടാകാനിടയുണ്ട്. ഉദരവൈഷമ്യം ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് കുജൻ, ശത്രുസ്ഥാനത്ത് സൂര്യൻ, കളത്രസ്ഥാനത്ത് വ്യാഴം, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധൻ, അഷ്ടമത്തിൽ ശുക്രൻ, സഹോദരസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും രോഗശമനവും ഉണ്ടാകും. പണച്ചെലവ്, കാര്യവിജയം, ഭയം, സഞ്ചാരതടസ്സം എന്നിവ ഉണ്ടായേക്കാം. പുത്രദുഃഖവും കലഹപ്രവണതയും ഉടലെടുക്കും. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും അലട്ടും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. രത്നാഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. സഹോദര ഗുണവും സൽകീർത്തിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് കുജൻ, പുത്രസ്ഥാനത്ത് സൂര്യൻ, ശത്രുസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധൻ, കളത്രസ്ഥാനത്ത് ശുക്രൻ, ധനസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും വിദ്യാതടസ്സവും ഉണ്ടാകാനിടയുണ്ട്. സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശത്രുശല്യം വർദ്ധിക്കും. കൊഴുപ്പ് സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ദുർജന സംസർഗം ഉണ്ടാകും. വസ്ത്രലാഭം, ഭയം, ധനച്ചെലവ്, ശയനസുഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. മനസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് കുജൻ, സുഖസ്ഥാനത്ത് സൂര്യൻ, പുത്രസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധൻ, ശത്രുസ്ഥാനത്ത് ശുക്രൻ, ജന്മത്തിൽ ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ഗ്രഹവാഹനാദി സൗഖ്യം ഉണ്ടാകും. ഭാഗ്യവർദ്ധനവ്, മാനക്ഷയം, സർക്കാർ ആനുകൂല്യങ്ങൾ, അമിതമായ ചെലവ് എന്നിവ ഉണ്ടായേക്കാം. ശത്രുനാശവും ആഭരണ ലാഭവും ഉണ്ടാകും. ജപധ്യാനാദികൾക്ക് മുടക്കമുണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. രോഗാരിഷ്ടതകൾ വർദ്ധിക്കാം. വിഷഭയം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഗണപതി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.